ചാതുര്യമുള്ള ഒരു സമ്മേളനമാണിത്. വളരെ വേഗത്തിൽ വിളിച്ചുകൂട്ടിയ സമ്മേളനമാണെങ്കിലും ഈ നാടുകളിലൊക്കെ മാധ്യമങ്ങളിലൂടെ നല്ലപോലെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിപത്തുകൾ. ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കഥ ഓർക്കുകയാണ്. ഒരച്ഛനും ഒരു ഡ്രൈവറും മരണപ്പെട്ട് സ്വർഗത്തിൻ്റെ വാതിൽക്കലെത്തി. സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. ഈ അച്ഛന്, പുരോഹിതന് ഒരു കുടിലാണ് പത്രോസ് നൽകിയത്. ഡ്രൈവർക്ക് ഒരൊന്നാന്തരം പാലിസ്. അച്ഛൻ പത്രോസിനോട് പറഞ്ഞു, ഇത് സ്വർഗമാണെങ്കിലും എന്നെ തരം താഴ്ത്തിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, താങ്കൾ ദീർഘമായ ഒരു കാലഘട്ടം പ്രസംഗിച്ചെങ്കിലും താങ്കളുടെ പ്രസംഗത്തിൻ്റെ സമയത്ത് എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഒരു ഫലവും ആർക്കും കിട്ടിയില്ല. ഡ്രൈവർ അതിശീഘ്രം വണ്ടി ഓടിച്ചതുകൊണ്ട് ജീവനിൽ കൊതിയുണ്ടായിരുന്നതിനാൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണിരുന്നത്. അതാണ് പത്രോസ് കൊടുത്ത ഉത്തരം. നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോഴും ഒരു ഫലവുമില്ലാതെ പോയേക്കാം. പക്ഷേ ഈ മേഖലയിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും എന്നതിൻ്റെ അടയാളം തന്നെയാണ് ബൃഹത്തായ ഈ സദസ്സ്. വാസ്തവത്തിൽ നമ്മളുടെ സഭയുടെ സമുദായ സമ്മേളനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സഭയും സമുദായവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചുരുങ്ങിയ ചിന്തകളും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ലഹരി തൊട്ടുപോകരുത് എന്ന് നമ്മളുടെ ഗവർണർ പലതവണ പറയുകയുണ്ടായി. ഇത്തരം സമ്മേളനങ്ങൾ പ്രതിരോധ വകുപ്പുകളാണ്. പ്രതിരോധിക്കേണ്ടത് നിങ്ങളാണ്. രൂപതയുടെ ജാഗ്രതാ സെല്ലുകൾ പോലെ അടുത്ത ആഴ്ച മുതൽ പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. എങ്കിൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മീറ്റിങ്ങിൽ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങൾ ഒരു കനൽ കട്ട പോലെയാണ്, തീക്കട്ട പോലെയാണ്. നിങ്ങൾക്കൊരു ജ്വലനമുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ സഭാംഗങ്ങൾ, സമുദായാംഗങ്ങൾ നഷ്ടപ്പെടരുത് എന്നൊരു വലിയൊരു ബോധ്യവും നമുക്കുണ്ട്. ഇതുപോലുള്ള വലിയ തിന്മകൾ ചാടിക്കളിക്കുമ്പോൾ നമുക്ക് നിശബ്ദത പാലിക്കാൻ ഒക്കില്ല. നിങ്ങൾ നിശബ്ദരായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്കുള്ളിൽ കത്തുന്ന ഒരു ജ്വാല ഉണ്ട് എന്ന് നിങ്ങളെ കാണുമ്പോഴറിയാം. നിങ്ങളുടെ ഈ സാന്നിധ്യമാണ് രൂപതയുടെ ഏറ്റവും വലിയ കരുത്തും. നമുക്ക് എളുപ്പത്തിൽ കേരള സമൂഹത്തിലെ സാമൂഹിക അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാനും ചിലപ്പോഴെങ്കിലും പ്രയാസം ഉണ്ടായേക്കാം. മയക്കുമരുന്ന് വിപണിയിലെ ആളുകൾ വലിയ സംഘടിത സ്വഭാവമുള്ള വിതരണ ശൃംഖലക്കാരാണ്. ഈ ഒഴുക്കിനെതിരെയാണ് നമ്മൾ ശക്തി പ്രാപിക്കേണ്ടത്. ലഹരിയില്ലെങ്കിൽ ഒരു ത്രില്ല് ഇല്ല എന്ന ഒരു ചിന്ത തന്നെ യുവാക്കന്മാരുടെയും മുതിർന്നവരുടെയും എല്ലാം മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. മാതാപിതാക്കളും അധ്യാപകരും വൈദികരും സമർപ്പിതരും സർവോപരി സർക്കാരിൻ്റെ
ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം ഒന്നിച്ച് ഈ വിപത്തിനെ നേരിട്ടാൽ മാത്രമേ നമുക്ക് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ. കേരള സമൂഹത്തിൽ ഹിംസ ഒറ്റയ്ക്കുള്ളതല്ല, വ്യാപകമായി വരുന്ന ലഹരിയോട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. അതിൻ്റെ പിന്നിൽ വെറുപ്പ് രാഷ്ട്രീയമുണ്ട്, വ്യാപകമാകുന്ന മതസ്പർദ്ധകളുണ്ട്, തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ചിന്തകളുണ്ട്, വ്യാപകമാകുന്ന ജാതി ചിന്തകളുണ്ട്, സഭയോടുള്ള എതിർപ്പുണ്ട്, സിനിമകളോടും സീരിയലുകളോടുമുള്ള അമിതമായ അടുപ്പമുണ്ട്. അങ്ങനെ നിരവധിയായ കാരണങ്ങളുണ്ടാകാം. വാളും തോക്കും ചുറ്റികയും എടുത്ത് ഇറങ്ങുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആരെയെങ്കിലും കൊന്നാൽ സിനിമ വിജയിച്ചു, പ്രേക്ഷകർക്കും സന്തോഷമായി എന്ന മട്ടിലാണ് നമ്മളുടെ സാമൂഹിക സാംസ്കാരിക മേഖലയും മുൻപോട്ട് പോകുന്നത്. സ്കൂളുകളിൽ കുട്ടികൾ പരസ്പരം ആസൂത്രണം നടത്തി തല്ലുകയും കൊല്ലുകയും ചെയ്യുകയാണ്. റാഗിങ്ങിൻ്റെ പേരിൽ എത്ര അന്യായങ്ങളാണ് നടന്നത്. കുട്ടികൾ പരിശീലനം നേടുന്നത് അക്രമത്തിനാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. വീട്ടിനകത്ത് അക്രമം, അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, അവർ രണ്ടുപേരും കൂടി മക്കളെ കൊല്ലുന്നു. അങ്ങനെ കൊലപാതകികളുടെ നാടായിട്ട് നമ്മുടെ ഈ പ്രദേശം മാറുകയാണ്. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും സാഹിത്യകാരന്മാരും അധ്യാപകരും ഒക്കെ ഒന്നുകൂടി കണ്ണ് തുറക്കേണ്ട കാലഘട്ടമാണിത്. ലഹരി വിരുദ്ധ നിലപാടുകൾ കുടുംബങ്ങളിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, അവൻ്റെ ജീവിത ചുറ്റുപാടാണ്. കൗമാരപ്രായത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന അപകർഷതാബോധം, ആത്മവിശ്വാസമില്ലായ്മ, പക്വതയില്ലാത്ത പ്രായത്തിൽ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ തുടങ്ങിയ അനേകം കാര്യങ്ങളുണ്ട്. പഠനത്തിന് ഏകാഗ്രത ലഭിക്കാൻ, ഓർമ്മ നിലനിർത്താൻ, പഠനത്തിൽ മുഷിപ്പ് തോന്നാതിരിക്കാൻ തുടങ്ങിയ കാരണങ്ങളിൽ സപ്ലിമെൻ്റ് ഫുഡ് പോലെ ഇത്തരം ലഹരികൾ വിതരണം ചെയ്യുന്ന സാമ്പ്രദായിക പദ്ധതികളും നമ്മളുടെ വീടുകളിലും കലാലയങ്ങളിലും എല്ലാം ഉണ്ട്. ലഹരി മാഫിയകളെ നിയന്ത്രിക്കാൻ നിയമപാലകർക്ക് പരിമിതി ഉണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നുകയാണ്. കുടുംബ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കണം. കുടുംബത്തിനുള്ളിൽ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. കുട്ടിയുടെ പ്രായവും ജീവിക്കുന്ന കാലവും മനസ്സിലാക്കി വേണം മാതാപിതാക്കൾ പെരുമാറാൻ. ലഹരി മാഫിയ ചുറ്റുമുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. വഴികാട്ടികളായി നമ്മുടെ അധ്യാപകർ മാറണം, മതാധ്യാപകർ മാറണം, മുതിർന്ന മാതാപിതാക്കൾ മാറണം. ചൂരൽവടി സ്കൂളുകളിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇത്തരം അടിഞ്ഞാട്ടത്തിന് ഒരു കാരണമാകാം. കോടതി പോലും ഇപ്പോൾ അതേക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട്. ചൂരൽവടി തിരിച്ചു വരേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ എല്ലാം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. നിയമപാലകർ ഗൗരവതരമായിട്ട്
അവരുടെ ശുശ്രൂഷ നടത്തേണ്ടതുണ്ട്. വൻ മാഫിയ സംഘങ്ങളെ തിരിച്ചറിയാനും പിടികൂടാനും ശിക്ഷിക്കാനും സാധിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മളുടെ ഭരണ സംവിധാനം മാറുകയാണ്. ഓരോ പോലീസ് സ്റ്റേഷനിലും ജനകീയ സമിതികൾ നാട്ടുകാരുടെ സഹായത്തോടെ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. എല്ലാ ഇടവകകളിലും ജാഗ്രതാ സമിതികൾ അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയകളും സിനിമകളും ഒന്നുകൂടെ അവരുടെ പ്രവർത്തന മേഖലകൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. പുരോഗതിയും വിദ്യാഭ്യാസവും സുഖസൗകര്യങ്ങളും നാട്ടിൽ വർദ്ധിച്ചു വന്നപ്പോൾ അവ അത്രയ്ക്ക് വളരേണ്ട എന്ന മട്ടിലാണ് സാമൂഹ്യ വിപത്തുകൾ ക്രമേണ പിടിമുറുക്കിയത്. ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് മുതിർന്നവർ കരുതുന്നവരാണല്ലോ യുവജനങ്ങൾ. അവരെ വിഴുങ്ങുന്ന വലിയ ഒരു വിപത്താണ് മയക്കുമരുന്ന്. കുത്തഴിഞ്ഞ ഒരു വ്യവസ്ഥിതിയിലേക്ക്, രക്ഷപ്പെടാൻ പ്രയാസമുള്ള ജീവിത ശൈലിയിലേക്ക് കുട്ടികളെയും യുവജനങ്ങളെയും തള്ളിവിടുന്ന ഒരു വിപത്തായി മാറിയ മയക്കുമരുന്നിൻ്റെ വിവിധ രൂപങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തന നിരതമാണ്. നമ്മളത് മനസ്സിലാക്കണം. അധ്വാനിച്ച് ജീവിക്കാൻ ഇഷ്ടമില്ലാത്തവർ മയക്കുമരുന്നുണ്ടാക്കുന്ന കൃഷിയിലും മറ്റും ഏർപ്പെടുന്നത് ചില വിദേശ രാജ്യങ്ങളിൽ നിർഭാഗ്യകരമായി പടർന്ന് പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ പോലും ഈ ദുസ്ഥിതിയുടെ ഇരകളാണ്. എന്നാൽ ലാഭമല്ല, ഗുണമാണ് ആദായമായി കാണേണ്ടത് എന്ന് ചിന്തിക്കുന്നത് പ്രധാനമായും നമ്മുടെ കർഷകരാണ്, നിങ്ങളാണ്, നമ്മളാണ്. അവരുടെ അധ്വാനം ഗുണത്തെ ലക്ഷ്യമാക്കിയാണ്. ലാഭത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. വിഷം ചേർത്ത കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലാഭത്തേക്കാൾ പ്രധാനം നഷ്ടം സഹിച്ചും വിഷമില്ലാത്ത വിളവുകൾ ഉൽപ്പാദിക്കുക എന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ചിന്ത എന്നെനിക്കറിയാം. സമൂഹം അത് കുറേയെല്ലാം അംഗീകരിച്ചിട്ടുമുണ്ട്. നിലനിൽക്കുന്ന ആരോഗ്യവും ആത്മസന്തുഷ്ടിയുമാണ് ശരിയായ ആദായം എന്ന ചിന്തയുള്ളവരുടെ മനസാക്ഷിയാണ് നാടിൻ്റെ യഥാർത്ഥ സമ്പത്ത്. ഇത്തരം ആദർശമുള്ള വ്യക്തികളെയും സ്ഥാപനങ്ങളെയും തിരിച്ചറിയാനും ആദരിക്കാനും നമുക്ക് സാധിക്കണം. നിങ്ങളെല്ലാവരെയുമാണ് ആദരിക്കേണ്ടത്. അതിന് പ്രത്യേകമായിട്ട് നമുക്ക് സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ വാക്കുകൾ വഴി മാത്രം നിങ്ങളെ ആദരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും പരസ്യമില്ലാതെ ഉപഭോക്താക്കൾ എത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പരസ്യവും വേണ്ട. യാതൊരു നിർബന്ധ ബുദ്ധിയും ആരിൽ നിന്നുമില്ലാതെ ഇത് പാൻഡമിക്കായിട്ട് എത്തിക്കൊള്ളും. പരസ്യം വേണ്ടാത്ത ഏക കാര്യമാണ് മദ്യവും മയക്കുമരുന്നും എല്ലാം. മനസാക്ഷിയുടെ ശബ്ദം, അതിലധിഷ്ഠിതമായ വിമർശനം, ഇവയ്ക്ക് ധാർമ്മിക നീതി സംഹിതകളുടെ പിൻബലവും ഉണ്ടെന്ന് നമുക്കറിയാം. ഗാന്ധിജി ഉപദേശിച്ച സത്യഗ്രഹത്തിൻ്റെ കാതൽ സത്യം, സ്നേഹം, ആത്മത്യാഗം എന്നിവയായിരുന്നല്ലോ. അവിടെ ഹിംസയ്ക്ക് സ്ഥാനമില്ലായിരുന്നു. ഈ സമരരീതി അനുസരിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെത്തിയത്. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയതും ഇതേ ആശയത്തിൽ നിന്നായിരുന്നു. ഇന്ന് എവിടെയോ വെച്ചതെല്ലാം കുറേ വഴിമാറി ഒഴുകുകയാണ്. കലകളുടെ കാര്യത്തിലും ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദുരന്ത നാടകങ്ങൾ കാണുമ്പോൾ കാണികൾക്ക് വിമലീകരണം, കഥാർസിസ്, പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം
എന്നാണ് നാടകകർത്താക്കൾ കരുതിയത്, അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തിലാണ് നാടകങ്ങൾ എഴുതിയത്. ഇതേ ചിന്ത തന്നെയാണ് മലയാളത്തിൽ ആദ്യകാലങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഭക്തിപ്രമേയമുള്ള നാടകങ്ങളിലും സിനിമകളിലും ഉണ്ടായിരുന്നത്. നാടകം എന്നത് പിന്നീട് നാടിൻ്റെ അകവും കണ്ണാടിയും ആയപ്പോൾ ജനങ്ങളെ വിമലീകരിക്കുന്ന ലക്ഷ്യം മാറി ജനങ്ങളെ രസിപ്പിക്കുന്ന മന്ത്രം മാത്രമായിട്ട് തരം താന്നു. കരുണ, ശാന്തം എന്നീ രസങ്ങളെക്കാളും സാത്വിക ഭാവങ്ങളെക്കാളും മറ്റ് രസങ്ങളും ഭാവങ്ങളും പരിപോഷിപ്പിക്കുന്ന രീതികളും കലാരൂപങ്ങളും വളർന്നു വന്നത് വലിയ മാറ്റമാണ് സമൂഹത്തിൽ വളർത്തിയത്. കാൽപ്പനികത എന്നോ റൊമാൻറ്റിസിസം എന്നോ പറയാവുന്ന പ്രവണതകളും മയക്കുമരുന്നുകളെ വാഴ്ത്തുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ച സാഹിത്യങ്ങളും അവയുടെ ന്യായീകരണത്തിന് സാമൂഹ്യ വ്യവസ്ഥിതികളുടെ പുഴുക്കുത്തുകളെ ഉയർത്തി കാണിച്ചതും വളരെ പേർക്ക് പ്രചോദനമായിട്ടുണ്ട്. കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ സഹിക്കാനാവാതെ മദ്യപിക്കാൻ തുടങ്ങിയെന്ന ന്യായങ്ങളും മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ പുകവലി തുടങ്ങിയെന്ന ന്യായവും കഥകളിലോ നോവലുകളിലോ സിനിമകളിലോ വായിച്ചും കണ്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് ദുർമാതൃക നൽകിയിട്ടുണ്ട്. ഭക്തനാടകങ്ങളും ഭക്തി വളർത്തുന്ന കലാപരിപാടികളും നിറഞ്ഞിരുന്ന ആഘോഷവേളകൾ എത്രയോ ഘട്ടങ്ങളും അവസ്ഥകളും പിന്നിട്ട് ലഹരി കൂത്ത് അഥവാ ഓർജി, മദ്യപാന മഹോത്സവം എന്ന നിലകളിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് വന്ന ഈ ഘട്ടങ്ങളിലെ സാമൂഹ്യ വിമർശനവും അതിന് ബലമേകാൻ സ്വീകരിച്ച പദപ്രയോഗങ്ങളും ജനമനസ്സുകളിൽ വിഷം പോലെ സംക്രമിച്ച് പടർന്ന ആശാ ശൈലികളായി തീർന്നതും ഇപ്പോൾ പഞ്ച് ഡയലോഗുകൾ എന്ന് വാഴ്ത്തുന്ന ഒഴിവാക്കാനാവാത്ത ദൂഷക ഭാഷാ ശൈലിയായതും മുതിർന്ന തലമുറയെങ്കിലും ആശങ്കയോടെയാണ് കാണുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം. ക്രൈസ്തവ കവികൾ നമുക്ക് നൽകിയ വിലയേറിയ രത്നങ്ങളും മുത്തുകളും ആർക്കും വേണ്ടാതെ പോയതും വളർന്നു വരുന്ന കുട്ടികളെ അവയുടെ മഹത്വം കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയതും വലിയ തെറ്റായി. കട്ടക്കയും ചെറിയാൻ മാപ്പിളയുടെയും പ്രവിത്താനം ദേവിശേഷാറിൻ്റെയും ബെനീഞ്ഞാമ്പയുടെയും ഒക്കെ കവിതകൾ ആരാണ് വായിച്ചിട്ടുള്ളത്? ആരാണ് ഇന്ന് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്? ഏത് സമുദായത്തിൽപ്പെട്ടവരുടെയും നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം. രാമപുരത്ത് വാര്യരും അന്തർജനവും പല നാരായണൻ നായരുമൊക്കെ എഴുതിയ കാര്യങ്ങളുടെ പരിസരത്ത് പോലും നമ്മുടെ കുട്ടികൾ എത്തുന്നില്ല. അതിലേക്കൊന്നും അവരെ ശ്രദ്ധിച്ച് വിടാനായിട്ട് നമുക്ക് സാധിക്കുന്നുമില്ല. ഇക്കാരണങ്ങളാൽ അല്ലെങ്കിൽ സമാനമായ കാരണങ്ങളാൽ കേരളത്തിൽ മദ്യം, മയക്കുമരുന്ന്, രാസമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ അനിയന്ത്രിതമായ വ്യാപന ശൃംഖലകൾ ശക്തിപ്പെടുകയാണ്. സർക്കാർ പകച്ചു നിൽക്കുകയാണ്. മാധ്യമങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു ആശ്വാസം തന്നെയാണ്. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപിക്കും എന്നതായിരുന്നു സർക്കാരിൻ്റെ വാദഗതി. ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും റെക്കോർഡ് വേഗത്തിൽ വ്യാപകമായി. മദ്യത്തിൻ്റെ പങ്ക് ഒഴിവാക്കി മയക്കുമരുന്ന് വ്യാപാരികളെ മാത്രം തേടിപ്പിടിക്കാം, നിയന്ത്രിക്കാം, ശിക്ഷിക്കാം എന്നുള്ള നിലപാടുകളും വിജയിക്കുമോ എന്ന് സംശയമാണ്. വിനോദസഞ്ചാര മേഖലയിലെ മദ്യ നിയന്ത്രണം
ആ മേഖലയിലെ ആളുകളെ തകർക്കും, വരുമാനം മരവിപ്പിക്കും തുടങ്ങിയ ചിന്തകളെല്ലാം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദ്യമോ മയക്കുമരുന്നോ കഴിക്കാനല്ല ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത്, കേരളത്തനിമ ആസ്വദിക്കാനാണ്. സർക്കാരിൻ്റെ നിലനിൽപ്പ് മദ്യവരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന വാദവും നിരർത്ഥകമാണ്. ഈ മദ്യം മയക്കുമരുന്ന് നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടത്തിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും സർക്കാരുകൾ എത്രയോ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ സമൂഹം, നമ്മളുടെ സമുദായം പല കാരണങ്ങളാൽ ബലഹീനമാകുന്നുണ്ട്. നമുക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു കാലഘട്ടമാണിത്. സഭയുടെ വിശ്വാസവും സമുദായത്തിൻ്റെ ശക്തിയും ചോർന്നു പോകുമ്പോൾ നമ്മളുടേതുപോലെയുള്ള രൂപതകളിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് ശക്തി പകരാനും നമുക്ക് ഒന്നിച്ചു നിൽക്കാനുമൊക്കെ സാധിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വഖഫ് 2025 ബില്ല് കഴിഞ്ഞ രാത്രിയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് നിയമമായി. മാസങ്ങൾ നീണ്ട പഠനങ്ങളും ലോകസഭയിലെയും രാജ്യസഭയിലെയും മണിക്കൂറുകൾ നീണ്ട ചർച്ചകളും വാഗ്വാദങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളോടും ജനപ്രതിനിധികളോടും ഉള്ള ആലോചനയിൽ നിന്നും വന്ന കാര്യങ്ങളാണ് അവയെല്ലാം. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലും പുറത്തും നടന്ന ചർച്ചകൾ പല ജനപ്രതിനിധികളുടെയും വിലയും വിലയില്ലായ്മയും അറിവും അറിവില്ലായ്മയും വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു എന്ന് പറയാൻ നമ്മൾ പേടിക്കരുത്. കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വഖഫിൻ്റെ തന്നെ കാര്യക്ഷമതയോടുകൂടിയ പ്രവർത്തനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഊന്നി നിൽക്കുന്നത്. ജനാധിപത്യ തത്വങ്ങൾക്കും രാജ്യത്തിൻ്റെ നിയമത്തിനും വിരുദ്ധമായ നിലപാടുകൾ തിരുത്തുക എന്നുള്ളതായിരിക്കണം ഏവരുടെയും ഉള്ളിലുള്ള കാര്യം. ഇപ്പോൾ വളരെ പ്രായോഗികവും കാര്യക്ഷമവും കാലോചിതവുമായ ജനാധിപത്യ പരിഷ്കാരങ്ങൾ അതിലൂടെ നമ്മൾ കണ്ടു. എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൊരു നിരീക്ഷണം, ഇത് വഖഫ് ഒരു റിലീജിയസ് വിഷയം മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഇതൊരു നാഷണൽ ആൻഡ് സോഷ്യൽ വിഷയമാണ്. ദേശീയവും സാമൂഹ്യ പ്രാധാന്യവുമുള്ള വിഷയമാണ്. വഖഫ് നിയമത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെയും നിയമങ്ങളിൽ അവ്യക്തതയുള്ളതിൻ്റെയും മറനീക്കുവാനുള്ളൊരു പരിശ്രമമായിരുന്നു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുകയല്ല. നമ്മളുടെ KCBCയും CBCയെയും അവരുടെ ഒരു നിർദ്ദേശം കേരള MP-മാർക്ക് നൽകിയിരുന്നു. അവർക്ക് വിട്ടുനിൽക്കാമായിരുന്നു, വോട്ട് ചെയ്യാതിരിക്കാമായിരുന്നു, ഇന്റർമീഡിയറി ആയിട്ടുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാമായിരുന്നു. അവർക്ക് പാർട്ടിയുടെ പ്രഖ്യാപിത സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കഴിവില്ലാത്തവരെ പോലെ നമ്മളെപ്പോഴും നിൽക്കുകയാണ്. പരിമിതികൾ അവർക്കുണ്ട്, നമുക്കറിയാം. പക്ഷേ പൊതുരംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ മുന്നണിയോടും രാഷ്ട്രീയ സംവിധാനത്തോടും ഉള്ള നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് മാത്രം പോരാ. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ രാജ്യത്തോടാണ്, ഇവിടുത്തെ ജനങ്ങളോടാണ്, നാനാജാതി മതസ്ഥരോടാണ്. അവർക്ക് ഒബ്ജക്ഷൻ ഓഫ് കോൺഷ്യൻസ് എങ്കിലും ഒന്ന് പറയാമായിരുന്നു.
മനസാക്ഷി എന്നുള്ളത് മുകളിൽ നിന്ന് മാത്രം ഇറങ്ങി വരുന്ന ഒരു കാര്യമല്ല. മൈനോറിറ്റികൾ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മളും അതിൽ പെടുന്നവരാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും തിന്മകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഒരിക്കലും ശരിയല്ല. ആരെയും നമ്മൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ സംസാര വിഷയമാക്കുകയോ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല. ഭരണഘടനാ മാറ്റങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുവരണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഈ രാജ്യത്തുള്ള ഇൻജസ്റ്റിസിനെ എതിർക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അനീതിയും അതുപോലുള്ള മറ്റ് വർഗീയവൽക്കരണവും ഒക്കെ നടക്കുമ്പോൾ അത് വലിയ പ്രയാസത്തിലേക്ക് നമ്മെ എത്തിക്കും. ഈ അനീതി ഈ രാജ്യത്തെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഒരു ജനതയെ ഇൻസെക്യൂരിറ്റിയിലേക്ക് തള്ളിവിടുകയാണ്. നമ്മളവിടെ എടുക്കേണ്ട മാർഗം അതിനെ തർക്കവിഷയമായിട്ട് എടുക്കുകയല്ല. വളരെ, ഞാൻ നമ്മളോട് പറയുകയാണ്, വളരെ ഇൻഫ്ലുവൻഷ്യലായ ഒരു സമുദായമാണ് നമ്മൾ. അംഗബലം കുറവായിരിക്കാം. സമുദായത്തിൻ്റെയും സഭയുടെയും രാജ്യത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. വോട്ട് വഴി പലരെയും ജയിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും മൂല്യാധിഷ്ഠിത ധാർമ്മിക സ്വാധീനം വഴി പലരെയും തോൽപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയും. അതാണ് സഭയുടെ സമുദായത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. സഭയുടെ സമുദായത്തിൻ്റെ ശക്തി അതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അമിതമായ പ്രഘോഷണം നമ്മൾ ഒരിടത്തും നടത്തേണ്ടതില്ല. മുൻകാലങ്ങളിൽ അധിനിവേശം എന്നത് യുദ്ധമുറ വഴിയായിരുന്നുവെങ്കിൽ ഇന്ന് ജനാധിപത്യ രാജ്യത്ത് ജനദ്രോഹ നിയമങ്ങളുടെ രൂപത്തിലാണ് അത് വരുന്നത്. വഖഫ് നിയമം മുസ്ലിങ്ങളെയും എത്രയോ പേരെ അത് വിപരീതമായി ബാധിക്കുന്നു. മുനമ്പത്ത് പോലും നൂറുകണക്കിന് കുടുംബങ്ങൾ അവരാണ്. ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും അവരെയും ഇത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നാഷണൽ വിഷയമാണ്, ഇത് സോഷ്യൽ വിഷയമാണ്. അതൊരു റിലീജിയസ് വിഷയമായിട്ട് മാത്രം അതിനെ കണ്ട് ഒതുക്കി നമ്മൾ മാറ്റി നിർത്തരുത്. പൗരാവകാശം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ സമുദായം വളരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും നമ്മൾ വളരെയേറെ ബലഹീനമായി പോയി. നമുക്ക് ഈ രാഷ്ട്രത്തിൽ മൈനോറിറ്റികൾക്ക് പ്രത്യേകമായ അവകാശങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഞാനിതിൻ്റെ ഒരു മറുവശവും പറയുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമങ്ങൾ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ജബൽപൂരിൽ മധ്യപ്രദേശത്ത് ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും പോലീസിൻ്റെ മുന്നിലിട്ട് പോലും തല്ലിച്ചവിട്ടി മർദ്ദിച്ചത് ആരുടെയൊക്കെ സപ്പോർട്ടിൻ്റെ പിന്നിലാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 2017 സത്തനായിൽ വൈദിക വിദ്യാർത്ഥികളെയും വൈദികരെയും ഇതുപോലെ തന്നെയാണ് കൈകാര്യം ചെയ്തത്. അവർ ആരെങ്കിലുമായിട്ട് ഞാൻ പേര് പറയുന്നില്ല, അടിക്കുന്നതെല്ലാം നമുക്കിട്ടാണ്, കോൺസ്റ്റിറ്റ്യൂഷണലിട്ടാണ്, ഭരണഘടനയോട് അവർ കാണിക്കുന്ന അവഗണനയാണ്. ഈ രാജ്യത്ത് ഈശോയുടെ സുവിശേഷവുമായിട്ട് ഈശോ ഏകരക്ഷകനാണ് എന്ന് പറഞ്ഞ് പ്രഘോഷിക്കാനുള്ള അവകാശം നമുക്കുണ്ട്.
ഭരണഘടന തന്ന അവകാശമാണ്. അതിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഭാരതത്തിൻ്റെ ഭരണഘടനയെ വളരെയേറെ അവഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്, പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്നിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അതൊന്നും ഒരു ന്യായീകരണമല്ല. നമ്മുടെ കർമ്മങ്ങളിൽ എത്രയോ തവണ എത്രാന്മാരുടെ അഭിഷേകം, വൈദികരുടെ അഭിഷേകം, സംസ്കാര കർമ്മങ്ങൾ തുടങ്ങിയ അവസരങ്ങളിലെല്ലാം പള്ളി നിറയെ മറ്റു മതസ്ഥരുണ്ടല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ചേന്നാട് ഈരാറ്റുപേട്ടയ്ക്കപ്പുറത്തുള്ള സ്ഥലം, ചീഫ് സെക്രട്ടറി ആയിരുന്ന KM മാത്യു മരണപ്പെട്ടപ്പോൾ സംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാനാണ് പോയത്. ഞാൻ ഈരാറ്റുപേട്ടയിലെത്തിയപ്പോൾ പലരും എന്നെ ഫോൺ വിളിച്ച്, രാവേ പള്ളിക്കകത്ത് മുഴുവൻ തിരുവനന്തപുരത്തു നിന്നും വന്നിട്ടുള്ള മറ്റു മതസ്ഥരായി, എന്താ ചെയ്യേണ്ടേ? ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അവർ പള്ളിക്കകത്തിരിക്കട്ടെ, അവർ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കട്ടെ, ഒരു തടസ്സവും നമുക്ക് പറയേണ്ടതില്ല. ഞാൻ ചെന്നു, ധാരാളം ആളുകളുണ്ടായിരുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള നമ്പൂതിരിമാർ, നായന്മാർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, IAS-കാർ, IPS-കാർ. നമ്മളൊരു തടസ്സവും അതിന് പറയാറില്ല. നമ്മൾ പിന്നെ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി നിന്നു, അതുകൊണ്ട് നമ്മളെ തല്ലി, അതിനെ നമ്മൾ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല. ആ സംസ്കാര ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ കുറേ നായന്മാർ, നമ്പൂതിരിമാർ, IPS-കാർ എന്നോടൊന്നും പറഞ്ഞു, ബിഷപ്പേ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രാർത്ഥനാ ഹാളിലും അതുപോലെ ഞങ്ങൾക്കും സ്വർഗത്തിലൊരു ഇടമുണ്ട് എന്ന് അങ്ങ് പഠിപ്പിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇവാഞ്ചലൈസേഷനുള്ള, മോക്ഷത്തെക്കുറിച്ച് പറയാനുള്ള, സ്വർഗത്തെക്കുറിച്ച് പറയാനുള്ള അവസരമാണ് ഓരോ സംസ്കാര ശുശ്രൂഷയും. അതുകൊണ്ട് നമ്മളിതുപോലുള്ള അടിയന്തരമായ സാഹചര്യങ്ങളിൽ നമ്മളിലേക്കൊന്ന് തിരിച്ചു വരണം. കേരളത്തിൽ ക്രൈസ്തവ സഭകൾ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഐക്യം, സാഹോദര്യം ഇല്ല. നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, സമ്മേളനങ്ങൾ കൂടാറുണ്ട്. നമ്മുടെ ഇരിക്കപ്പെടുന്ന തൈലശനാണ് സുറമലബാർ സഭ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സഭയ്ക്ക് കാര്യങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ ആവോളം പരിശ്രമിക്കുന്നുണ്ട്. എങ്കിലും ക്രൈസ്തവ സഭകൾ തമ്മിൽ വേണ്ട ഇഴയെടുപ്പും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബലഹീനമാണ്. നമ്മളെ മറ്റുള്ളവരെ ചവിട്ടുന്നതും തൊഴിക്കുന്നതും എറിയുന്നതുമെല്ലാം ഈ കാരണം കൊണ്ടാണ്. സർവോപരി നമ്മുടെ സഭയ്ക്കുള്ളിൽ, സുറമലബാർ സഭയിൽ അതിനെ തിട്ടപ്പെടുത്തുന്ന ശാശ്വതമായ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, ഫൗണ്ടേഷൻ സ്റ്റോൺസ് തമ്മിൽ അടുപ്പമില്ലാത്തതുപോലെ നിൽക്കുന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ആരാധനാക്രമത്തിൽ, ദൈവശാസ്ത്രത്തിൽ, പാരമ്പര്യത്തിൽ, നമ്മളുടെ തനിമയിലൊക്കെ പിടിച്ചു നിൽക്കാൻ മനസ്സില്ലാണ്ടും അത് പഠിക്കാൻ തയ്യാറില്ലാതും നമ്മൾ നിൽക്കുകയും വിഭജിക്കപ്പെട്ട് അനൈക്യത്തിൽ നമ്മൾ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്നത് ഒന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, യാതൊരു അർത്ഥവുമില്ല. ആദ്യം നമ്മളുടെ സഭയ്ക്കുള്ളിലെ അകൽച്ചകൾ മാറട്ടെ. അപ്പോൾ ഞാൻ പറയുന്നു, ഏത് രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ അന്വേഷിച്ച് വരും. നമുക്ക് ഐക്യത്തിൽ നിൽക്കാൻ സാധിച്ചാൽ, ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ സാധിച്ചാൽ, കോർ ഊനും എന്ന് ലത്തീനിൽ പറയുമല്ലോ, ഒരേ ഹൃദയത്തോടെ നിൽക്കാൻ സാധിച്ചാൽ, ഊന ഒച്ചെ, ഒറ്റ സ്വരത്തിൽ ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ പറയാൻ സാധിച്ചാൽ ആരും നമ്മളെ ഭീഷണിപ്പെടുത്തുകയില്ല. നമ്മളൊരു പുത്തൻ രാഷ്ട്രീയ പാർട്ടിയെയും അന്വേഷിച്ച് ഒരിടത്തോട്ടും പോകേണ്ട കാര്യമില്ല. ആവശ്യക്കാരെല്ലാം ഈ സഭയുടെ കാര്യസ്ഥന്മാരുടെ അടുത്ത്, നിങ്ങളുടെ അടുത്ത്, നമ്മുടെ അടുത്ത് വന്ന് ആവശ്യങ്ങൾ പറയും, നമ്മുടെ കാര്യം നടക്കും. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേൽ കയറ്റിവെച്ച് ഇവിടെ നൂറുകണക്കിന് പാർട്ടികളുള്ള സ്ഥലത്ത് നമ്മളതിലേക്ക് ഇടപെട്ട് അതൊക്കെ ചുമ്മാ അന്യായങ്ങൾ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ശിഥിലീകരണം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളെ കാണുമ്പോൾ ദൈവത്തെ കൊണ്ട് നടക്കുന്ന ഒരു ജനമാണിത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം. അപ്പോഴാണ് നമുക്ക് ഈ രാജ്യത്ത് മഹത്വമുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കാനും പെരുമാറാനും സാധിക്കുന്നത്. അല്ലാതെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണ്? കാട്ടുമുയലിനെയും കാട്ടുപന്നിയെയും വെടിവെച്ച് പിടിച്ചു തിന്നാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ എത്രയോ നിസ്സാരമായ കാര്യങ്ങളാണ്.
നമുക്ക് കണ്ടെത്തേണ്ട ഈശോയിലുള്ള ഐക്യം, സഭയിലുള്ള ഐക്യം, ഈ നസ്രാണി സമൂഹത്തിൻ്റെ ആ കരുത്ത് നമ്മൾ പുനഃപ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഓരോരുത്തരും നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് നമുക്ക് ഈ വിശാല ലോകത്തിൽ, ഈ നേഷൻ ഇന്ത്യ എന്ന ആ ഒരു വലിയ ഒഴുക്കിൽ, ആ ഒരു വിസ്താരത്തിൽ നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. വെറുതെ പൊളിറ്റിക്കൽ ജിംനാറ്റിക്സ് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും വെറുതെ ഇങ്ങനെ നമ്മൾ ഓരോ കുറുക്കുവഴികൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൊളിറ്റിക്കൽ ജിംനിക്സ് എപ്പോഴും നമ്മളെ വഴി കുത്തിച്ചിട്ടേ ഉള്ളൂ. വെറും ജിംനിക്സാണ്. കരുത്തുള്ള സമുദായമായിട്ട് നമ്മൾ മാറട്ടെ. അതിനുവേണ്ടി നമ്മൾ സംസാരിക്കണം. അപ്പോൾ ഈ ഭാരതത്തിൽ നമ്മളുടെ കൃത്യമായ സ്ഥാനവും മഹത്വവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മളിവിടെ മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരിക്ക് എല്ലാം എതിരായിട്ട് സംസാരിക്കുന്ന ഈ അവസരത്തിൽ ഈ രൂപതയുടെ ഹൃദയം പോലെ ഓടിയെത്തിയ നിങ്ങളോട് ഞാൻ നമ്മളുടെ സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയൊരു പങ്ക് ഈ രാജ്യത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ സമുദായത്തിൽ, അതുവഴി സംശുദ്ധമായ രാഷ്ട്രീയത്തിൽ എല്ലാം നമുക്ക് നൽകാനുണ്ട്. വളരെ വളരെ വിഷമിച്ചാണെങ്കിലും നമുക്കറിയാം, KCM ഈ കാര്യത്തിൽ ഒരു മിഡിൽ പൊസിഷൻ എടുത്ത് മുൻപത്തെ കാര്യത്തിന് വേണ്ടി എങ്കിലും സംസാരിച്ചു. എളുപ്പമല്ല. നമുക്കറിയാം, നമ്മൾ വിപ്പിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് എതിരായിട്ട് പറയുക എന്നത് പ്രായോഗികമായിട്ട് വിഷമമാണ്. പക്ഷേ നമ്മൾ ആരാണെന്നും നമ്മുടെ വിശാലമായ ഈ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് രാഷ്ട്രീയത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ അർത്ഥമുള്ളത് എന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹാസമ്മേളനം വിളിച്ചു കൂട്ടുവാനായിട്ട് വളരെയേറെ അധ്വാനിച്ചവരാണ് ഷാജിയച്ചനും സാധുഗുരുവിളയും, ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്ന മറ്റു വൈദികരും എന്മായ സഹോദരങ്ങളും എല്ലാം. വലിയൊരു കൂടിവരവാണിത്. കരുത്തു പകർന്ന ഒരു കൂടിവരവാണിത്. ഒരു ജ്വാല ആണ് നിങ്ങൾ കൊണ്ടുവന്നത്. ആ ജ്വാല കത്തി പടരണം. അത് നമുക്ക് നല്ല വിജിലൻസ് സെല്ലായിട്ട്, ജാഗ്രത സമിതികളായിട്ട് നിങ്ങൾ ഈ 171 ഇടവകളിലും പ്രവർത്തനക്ഷമമാകുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകും. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.